മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. അനുമോള് ഒനീലിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. അനുമോള് പറയുന്നത് ഒനീൽ വെറും കൂറ ക്യാപ്റ്റൻ ആയിരുന്നു. വെറും കൂറ ക്യാപ്റ്റൻ. ഈ നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടി മാത്രമാണ് ഇവര് ഗെയിം കളിച്ച് ക്യാപ്റ്റൻ ആവുന്നത്. ഇതുവരെയുള്ളതിൽ ഏറ്റവും മോശം ക്യാപ്റ്റൻ ഒനീലായിരുന്നു. ആ ടോയ്ലറ്റ് ഒക്കെ കിടക്കുന്നത് കാണണം. അഴുക്കും പിടിച്ച് പായലും പിടിച്ച് കിടക്കുകയാണ്. കിച്ചൺ ടീം നോക്കിക്കേ, ഫ്ലോർ ടീം ഒന്ന് നോക്കിക്കേ. അയാൾക്ക് ഒന്നും ആരെയും കൊണ്ടും പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം മാത്രം അത് ഇത് ചെയ്യുന്ന പറയുന്നത് കേട്ടു. എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, അതെന്തായാലും പോയി. ഒനീലിൻ്റെ ക്യാപ്റ്റൻസി അനുമോൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് അനുമോൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒനീലിൻ്റെ ക്യാപ്റ്റൻസി വൻ ശോകമായിരുന്നു. കുറച്ച് ഫേവറിസം ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ബിന്നിയോടായിക്കോട്ടെ, കിച്ചൺ ടീമിനോടൊരു ഫേവറിസം ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം ടീമിൽ ജോലി കുറവാണെന്ന് പറഞ്ഞ് അഭിലാഷിനെയും സാബുമാനെയും ഒനീൽ തന്നെയാണ് ബാത്റൂം ടീമിലിട്ടത്. ഒനീലും ബാത്റൂം ടീമാണ്, ഞാനും കൂടി ചേർന്ന് ബാത്റൂം ക്ലീൻ ചെയ്തോളാം എന്നൊക്കെയാണ് ഒനീൽ പറഞ്ഞത്. പക്ഷേ അനുമോൾ ഇപ്പോൾ പറയുന്നത് ബാത്റൂം ഫുൾ അഴുക്ക് പിടിച്ച് പായൽ പിടിച്ച് കിടക്കുകയാണ് എന്നാണ്. പിന്നെ ഫ്ലോറ് ക്ലീൻ അല്ല, കിച്ചൺ ടീമിൽ ഡെയിലി വഴക്ക്. ഒനീലിന് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. ഒനീലിന് ഇന്നാളെയും കൊണ്ട് ഇത് ചെയ്യിക്കാനും കഴിയുന്നില്ല. അഭിലാഷിനോടും സാബുമാനോടും ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഡ്യൂട്ടി ചെയ്തോ ഇല്ലയോ എന്ന് ഒനീലിന് ചെക്ക് ചെയ്യാനും സാധിച്ചില്ല. എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഇതുവരെയുള്ള ഏറ്റവും മോശം ക്യാപ്റ്റൻ ആര്യനായിരുന്നു. എന്തായാലും ആര്യൻ്റെ ആ ഒരു ചീത്തപ്പേരാണ് ഒനീൽ ഈ ഒരാഴ്ചയോടെ മാറ്റിക്കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഒനീലാണ് ഏറ്റവും മോശം ക്യാപ്റ്റൻ. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഇന്ന് തന്നെ ഒനീൽ അറിയും. കാരണം ഇന്ന് നോമിനേഷനിൽ എല്ലാവരും ഒനീലിനെ നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു റീസൺ ഇതായിരിക്കും, ക്യാപ്റ്റൻസി ശരിയല്ല. അനുമോൾ ഈ പറയുന്നതൊക്കെ നൂറയും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നൂറയും പറയുന്നത് ഫസ്റ്റ് ഡേ മാത്രമേ അയാൾ എന്തൊക്കെയോ ചെയ്തുള്ളൂ, പിന്നെ അയാളെയും കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായിരുന്നില്ല എന്നാണ്. അനുമോൾ പറഞ്ഞതുപോലെ ഒനീല് ക്യാപ്റ്റൻ ആയതിൻ്റെ മെയിൻ റീസൺ നോമിനേഷൻ ഫ്രീ ആവുക എന്ന് തന്നെയായിരുന്നു. പിന്നെ ഒനീലിന് സംഭവിച്ചത്, ഒനീൽ ക്യാപ്റ്റൻ ആയപ്പോൾ അഭിലാഷുമായി ചേർന്ന് കുറച്ച് പദ്ധതികൾ ഇട്ടു. കുറച്ച് പേരെ മാത്രം ടാർഗറ്റ് ചെയ്തു. അതായത് ഇപ്പോൾ ജിസേലിനെ ടാർഗറ്റ് ചെയ്തു. ജിസേലിനെ വെസൽ ടീമിലിട്ട് ജോലി ചെയ്യിപ്പിക്കുക, ജിസേലിനെ കിച്ചണിൽ കയറ്റാതിരിക്കാൻ വേണ്ടി കിച്ചൺ ടീമിൽ ബിന്നിയെ ഇടുക, ലക്ഷ്മിയെ ഇടുക. അതൊക്കെയാണ് ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോൾ ഒനീൽ ചെയ്തത്. എന്നാൽ ബിന്നിക്ക് ആ ഒരു അധികാരം ഒനീൽ കൊടുത്തത് കൊണ്ട് തന്നെ ബിന്നി കുറച്ച് ഓവർ സ്മാർട്ടായി. അതിപ്പോൾ ഒനീലിന് പണിയായിരിക്കുകയാണ്. ഒനീലിന് കിച്ചൺ ടീമിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, വെസൽ ടീമിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, ഫ്ലോർ ടീമിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് നൂറയും പറയുന്നത്. കണ്ട പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്കും തോന്നിയിട്ടുണ്ട് ഒനീൽ ഒരു ഫ്ലോപ്പായിട്ടുള്ള ക്യാപ്റ്റൻ ആയിരുന്നുവെന്ന്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.